ഹലോ എന്റെ ഗർജനശക്തിയുള്ള എന്റെ സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളുടെ സൂപ്പർ ഹീറോ ഫ്രണ്ട്, ദി കിഡ്സ് ഹെൽപ്പർ കിങ്. ഞാൻ ഒരു സൂപ്പർ ഹീറോയാണ്. ഗർജനത്തോളം ശക്തമായ അറിവുകളുമായി ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ ഒരു ചെറിയ കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കൂ. രാജാവിനെപ്പോലെ പഠിക്കൂ. ദി കിഡ്സ് ഹെൽപ്പർ കിങ്, അറിവിന്റെ രാജാവ്. എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ ഒരു കൊച്ചുവീട്ടിലെ കുട്ടിപ്പൂച്ചയുടെ കഥയാണ്. കേൾക്കാൻ തയ്യാറാണോ? എന്നാൽ തുടങ്ങിയാലോ? ഒരു മനോഹരമായ വീട്ടിൽ ഒരു അമ്മ മീൻ ഫ്രൈ ഉണ്ടാക്കുകയായിരുന്നു. ആ അമ്മ സന്തോഷത്തോടെ പറഞ്ഞു, ഹാവൂ, മീൻ ഫ്രൈ അടിപൊളിയായി വന്നു. ലഞ്ചിനു മുമ്പ് കുറച്ച് തണുക്കട്ടെ. പെട്ടെന്ന് കുട്ടിപ്പൂച്ചയ്ക്ക് മീൻ ഫ്രൈയുടെ മണം കിട്ടി. കുട്ടിപ്പൂച്ച മനസ്സിൽ പറഞ്ഞു, ഞാൻ അറിയാതെ എവിടെ മീൻ ഫ്രൈ ഉണക്കുകയോ. ഓഹോ! ഈ സമയം അമ്മയുടെ ഒരു ഫ്രണ്ട് വന്നു. അവർ കിച്ചണിൽ തന്നെ നിന്ന് സംസാരിക്കുകയായിരുന്നു. അമ്മയുടെ ഫ്രണ്ട് അമ്മയോട് ചോദിച്ചു, നീ ഒറ്റക്കാണല്ലോ, നിനക്ക് ബോർ അടിക്കില്ലേ ഇവിടെ? അപ്പോൾ അമ്മ മറുപടി നൽകി, ഏയ് ഇല്ല, എനിക്ക് എവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്. അവന്റെ പേരാണ് കുട്ടി. ഞങ്ങൾ അവനെ കുട്ടിപ്പൂച്ചെന്ന് വിളിക്കും. നല്ല സ്നേഹമുള്ളവനും അതുപോലെ കുസൃതിയും ഉള്ളവനുമാണ്. പെട്ടെന്ന് കുട്ടിപ്പൂച്ച അകത്തേക്ക് മീൻ ഫ്രൈയുടെ മണം പിടിച്ചു വന്നു. എന്നിട്ട് കുട്ടിപ്പൂച്ച മനസ്സിൽ പറഞ്ഞു, എന്തൊരു മണം! യൂ, മീൻ ഫ്രൈ ആരും കാണാതെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കഴിച്ചാലോ? ഹൗ നല്ല സ്വാദ് ആയിരിക്കും. കുട്ടിപ്പൂച്ചയ്ക്ക് നല്ല കൊതി വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടിപ്പൂച്ച ഇടത്തേക്ക് നോക്കി, വലത്തേക്ക് നോക്കി. ആരെയും കാണുന്നില്ല. കുട്ടിപ്പൂച്ച മീൻ ഫ്രൈയിൽ ചാടിവന്നു കടിച്ചു. ഹായ്, എന്തൊരു സ്വാദ്! പെട്ടെന്ന് അമ്മ ഇതു കണ്ടു കോപത്തോടെ കുട്ടിപ്പൂച്ചയോട് പറഞ്ഞു, അയ്യോ കുട്ടിപ്പൂച്ച, ദുഷ്ടപൂച്ചേ, അതെവിടെ വെക്കടായി. കുട്ടിപ്പൂച്ച വായിൽ മീൻ പിടിച്ചുകൊണ്ട് പുറത്തോട്ട് ഓടി. അമ്മ കുട്ടിപ്പൂച്ചയോട് പറഞ്ഞു, എടാ കുട്ടിപ്പൂച്ചേ, നിനക്കുള്ള മീൻ ഫ്രൈ ഞാൻ തണുക്കാനായി വച്ചിരിക്കുകയായിരുന്നു. കുട്ടിപ്പൂച്ചേ, നിന്റെ വാ പൊള്ളുമെന്നു കരുതി ഞാൻ ആ മീൻ ഫ്രൈ തണുപ്പിച്ചു താരനായി ഇരുന്നതാ. പക്ഷേ ഇനി നിനക്ക് തരില്ല. പെട്ടെന്ന് കുട്ടിപ്പൂച്ചയുടെ വായിൽ നിന്ന് ആ മീൻ ഫ്രൈ താഴേക്കു വീണു. അത് നാശമായിപ്പോയി. കുട്ടിപ്പൂച്ച, അയ്യോ, ഇത് ഇനി കഴിക്കാൻ ടേസ്റ്റ് കാണില്ലല്ലോ, കഴിക്കാനും പറ്റില്ലല്ലോ, കല്ലും ചെളിയും ആയല്ലോ. അയ്യോ, ഞാൻ ഒരുപാട് കൊതിച്ച മീൻ ഫ്രൈ ആണ് ഇത്. എന്റെ സിംഹക്കുഞ്ഞുങ്ങളെ, മോഷണം ഒരിക്കലും നല്ലതല്ല. കുട്ടിപ്പൂച്ച കൊതികരണം മീൻ ഫ്രൈ പോലും നഷ്ടപ്പെടുത്തി. കുട്ടിപ്പൂച്ച ദുഃഖത്തോടെ പറഞ്ഞു, മ്യാവ്, ഞാൻ ഇന്ന് ഒരു പാഠം പഠിച്ചു. കാത്തിരുന്നെങ്കിൽ അമ്മ എനിക്കുള്ളത് എനിക്ക് വേദനിക്കാത്ത രീതിയിൽ ചൂടുമാറ്റി എനിക്ക് നല്ലൊരു മീൻ ഫ്രൈ തന്നേനെ. കൂട്ടുകാരെ, നിങ്ങൾ ഓർക്കുക, സത്യസന്ധത എല്ലായ്പ്പോഴും കൂടുതൽ സന്തോഷം തരുന്നു. അതിനാൽ കുഞ്ഞുങ്ങളെ, ഒരിക്കലും ക്ഷമ ഇല്ലാതെ പെരുമാറരുത്. രാജാവിനെപ്പോലെ ക്ഷമയും സത്യസന്ധതയും പുലർത്തൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്റെ ഗർജനം അനുകരിച്ചാലോ? റെഡി, ഗിർ. അടുത്ത കഥയിൽ വീണ്ടും കാണാം. വീണ്ടും കാണാൻ ഈ കഥ ലൈക്കും ഷെയറും ചെയ്യൂ. സബ്സ്ക്രൈബും ചെയ്യൂ. ബൈ. എന്റെ ഗർജനത്തെപ്പോലെ ശക്തരാക്കൂ.